മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. നമുക്ക് അതിഥിയിലേക്ക് പോകേണ്ട സമയമായിരിക്കണം. അതിഥിയിലേക്ക് പോകുന്നതിന് മുൻപ് അതിഥിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം. പോസ്റ്റൽ സ്റ്റാമ്പിന് ഇന്ന് 176-ാം ജന്മദിനം. ലോകത്തെ ആദ്യ പോസ്റ്റൽ സ്റ്റാമ്പായ പെന്നി ബ്ലാക്ക് വിൽപ്പനയ്ക്ക് എത്തിയത് 1840 മെയ് 1-നാണ്. സ്റ്റാമ്പ് ശേഖരണത്തിൽ അപൂർവ റെക്കോർഡിട്ട് ചേർത്തല സ്വദേശി അരവിന്ദ് കുമാർ പൈയെ പരിചയപ്പെടാം. 6ാം ക്ലാസ് മുതലാണ് അരവിന്ദ് കുമാർ പൈ സ്റ്റാമ്പ് ശേഖരണം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ചിത്രം പതിഞ്ഞ സ്റ്റാമ്പ് അച്ഛൻ മുരളീധര ബാബു ആദ്യം സമ്മാനിച്ചു. ചേർത്തല മാടയ്ക്കൽ ശാന്തിനിവാസിലെ ഈ 28-കാരന്റെ ശേഖരത്തിൽ ഇന്ന് വിവിധ രാജ്യങ്ങളിലെ 1 ലക്ഷത്തിലധികം സ്റ്റാമ്പുകളുണ്ട്. 10,000-ത്തിലധികവും ഗാന്ധിയുടെ മുഖം പതിഞ്ഞ സ്റ്റാമ്പുകൾ. ഗാന്ധിജി മരിച്ച 1948-ൽ പുറത്തിറങ്ങിയ സ്റ്റാമ്പ് മുതൽ ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി വിദേശ രാജ്യങ്ങൾ പുറത്തിറക്കിയ സ്റ്റാമ്പുകൾ വരെ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. സ്റ്റാമ്പ് ശേഖരണത്തിൽ ഇന്ത്യൻ ഏഷ്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഇന്ന് അരവിന്ദിന് സ്വന്തം. 22-23 കൊല്ലമായിട്ട് കളക്ഷൻ സജീവമായിട്ടുണ്ട്. ഒരു ഫിലാറ്റലിക് അസോസിയേഷനിൽ പോലും മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. ഒരു ഫിലാറ്റലിക് ക്ലബ്ബിൽ പോലും പോസ്റ്റൽ വകുപ്പുമായിട്ട് കുറച്ച് ഇതുണ്ടെങ്കിലും ഫിലാറ്റലിക് ക്ലബ്ബുകളിലൊന്നും ഇന്നേ വരെ മെമ്പർഷിപ്പ് ഇല്ല. എങ്കിൽ തന്നെ എനിക്ക് എൻ്റേതായ ഒരു രുചിയുണ്ട് സ്റ്റാമ്പിൽ. പിറന്നാൾ ആശംസ നേർന്ന് അമ്മയ്ക്ക് അയച്ച കത്തിൽ പതിപ്പിച്ച 322 സ്റ്റാമ്പുകളാണ് അരവിന്ദിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിക്കൊടുത്തത്. കൈകളിലെത്തിപ്പെടാത്ത സ്റ്റാമ്പുകൾക്കായി അരവിന്ദിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. രേഖകൾ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞ ഗിന്നസിന്റെ ഫലമാണ് അരവിന്ദ് കുമാർ പൈയുടെ സ്വപ്നം. റിപ്പോർട്ടർ, ആലപ്പുഴ. സ്റ്റാമ്പ് ശേഖരണത്തിൽ അപൂർവ റെക്കോർഡിട്ട് അരവിന്ദ് കുമാർ പൈയാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായിട്ടിരിക്കുന്നത്. അരവിന്ദ്, മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു മാം. എങ്ങനെ പുരോഗമിക്കുന്നു സ്റ്റാമ്പ് കളക്ഷൻ? 6ാം ക്ലാസ് മുതലാണ് അരവിന്ദ് കുമാർ വളരെ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. 23 കൊല്ലമായിട്ട് ഇപ്പോൾ സ്റ്റാമ്പ് ശേഖരണത്തിൽ സജീവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഗിന്നസ് റെക്കോർഡിൽ കയറണമെന്നൊരു ചെറിയൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു തീവ്ര ശ്രമത്തിലാണിപ്പോൾ. എന്തായിരുന്നു ഇങ്ങനെ ഒരു ഹോബിയിലേക്ക് തിരിയാൻ കാരണം? എന്നു മുതലാണ് സ്റ്റാമ്പുകൾ ശേഖരിച്ച് തുടങ്ങിയത്? ആരായിരുന്നു ഇതിനൊരു പ്രചോദനമായി മാറിയത്? സർ, ഞാൻ ശരിക്കും ഒരു ചെറിയൊരു തിരുത്തുണ്ട്. 6ാം ക്ലാസ്സിലല്ല, ഞാൻ 6 വയസ്സ് മുതൽ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. എനിക്ക് 30 വയസ്സ് ആവാറായി. ഓൾമോസ്റ്റ് 24 കൊല്ലമായിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യുകയാണ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് എന്നെ സ്റ്റാമ്പ് കളക്ഷനിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് എനിക്ക് പ്രായം 6 വയസ്സാണ് അന്ന് പ്രായം. ഗാന്ധിജിയുടെ സ്റ്റാമ്പാണ് ആദ്യം അദ്ദേഹം തന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഗാന്ധിയൻ ഫിലാറ്റലിയിൽ ഇത്തിരി അധികം സ്പെഷ്യലൈസ് ചെയ്യാൻ എന്നെ നിർബന്ധിതനാക്കിയത്. അപ്പോൾ അച്ഛൻ്റെ അടുത്താണ് എനിക്ക് കൂടുതലും റിഗാർഡ്സ് ഉള്ളത് ഈ ഹോബിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ എൻ്റെ അമ്മയും, ഇപ്പോൾ എൻ്റെ വൈഫായാലും ജ്യോതിലക്ഷ്മി എന്ന് പറഞ്ഞ് എൻ്റെ വൈഫ്, ഷീ ഈസ് ഓൾസോ മോട്ടിവേറ്റിംഗ് മീ ടു ബി എ ഗുഡ് ഫിലാറ്റലിസ്റ്റ്. സ്റ്റാമ്പ് ശേഖരണം ഹോബിയായിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. ഈ അരവിന്ദ് എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു വ്യത്യസ്തമാകുന്നത്? എന്താണ് അരവിന്ദിന്റെ സ്റ്റാമ്പ് കളക്ഷനിലെ വ്യത്യസ്തത? അസോസിയേഷനിലോ ഒരു ക്ലബിലോ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കേരളത്തിൽ ആയാലും കേരളത്തിൻ്റെ വെളിയിലായാലും ഒരുപാട് ഫിലാറ്റലിക് അസോസിയേഷൻസ് ഉണ്ട്. ഫിലാറ്റലിസ്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഫിലാറ്റലിക് അസോസിയേഷൻസിലൂടെയാണ് കൂടുതലും എക്സ്ചേഞ്ച് നടക്കുന്നത്. എൻ്റെ കേസിൽ ഞാൻ ഫ്രണ്ട്സ് ത്രൂവും, പിന്നെ എനിക്ക് എൻ്റേതായ ഒരു ചാനലുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഹു ഐ ഓൾവേസ് റെഗുലർലി സ്വാപ്പ് സ്റ്റാമ്പ്സ് വിത്ത്. ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്കകത്തും കേരളത്തിലും ഒക്കെ ആയിട്ട് ഒരുപാടധികം പരിചയമുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഫിലാറ്റലിക് അസോസിയേഷനിൽ കുറേ അധികം പേര് മെമ്പേഴ്സും ആണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരു 1-2 റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ കാലയളവിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഞാൻ ശരിക്കും ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വെച്ച് എങ്ങനെ നമുക്കിതിനെ ഒന്ന് ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ 55ാം പിറന്നാളിന് അയച്ച ഒരു ഗിഫ്റ്റ് അത് ലിംക റെക്കോർഡിൽ കയറി. ഞാൻ ചെയ്ത വേറൊന്നുമല്ല, ഞാൻ
ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിൻ്റെ നിയമപ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാത്ത ഏത് ഇന്ത്യൻ സ്റ്റാമ്പും നമുക്ക് യൂസ് ചെയ്യാം കത്തയക്കുമ്പോൾ. ഞാൻ അതിൽ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അമ്മയ്ക്ക് പിറന്നാൾ ആശംസ അയക്കുന്ന സമയത്ത് ഞാൻ 2 പൈസ, 5 പൈസ, 15 പൈസ മുതലായ സ്റ്റാമ്പാണ് യൂസ് ചെയ്തത്. അപ്പോൾ 79 രൂപയ്ക്ക് ആണ് എനിക്ക് ഈ കത്തയക്കുമ്പോൾ അതിനകത്ത് സ്റ്റാമ്പ് പതിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 79 രൂപയ്ക്ക് 2 പൈസ, 5 പൈസ, 15 പൈസ മുതലായ കറൻസി വാല്യൂ ഞാൻ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുക ചെയ്തത്. നമുക്കറിയാം ഇപ്പോൾ ഇൻഫ്ലേഷനാണ് ഇപ്പോൾ. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ അത് കുറച്ച് വ്യത്യസ്തമാക്കാൻ പറ്റും. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാടധികം സന്തോഷമുണ്ടായി ഈ റെക്കോർഡൊക്കെ ചെയ്തപ്പോൾ. ഹാപ്പി വിത്ത് ഓൾ ദീസ് തിങ്സ്. ഈ ഓരോ സ്റ്റാമ്പുകളും പലപ്പോഴും പല രാജ്യങ്ങളുടെയും എന്തെങ്കിലുമൊക്കെ ചരിത്ര സംഭവങ്ങളുമായിട്ടുള്ള ബന്ധം കാണും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രമുഖ വ്യക്തികളുമായിട്ടും ബന്ധം കാണും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട ഒന്നുകൂടിയാണ് പല സ്റ്റാമ്പുകളും. പല ചരിത്ര ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളെയും ഒരു ഓർമ്മ രൂപത്തിലാണ് ഈ സ്റ്റാമ്പുകൾ ചിത്രീകരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടും അതിനെ കൂടി ക്രോഡീകരിച്ചുകൊണ്ടുമാണോ ഈ സ്റ്റാമ്പ് കളക്ഷൻ മുൻപോട്ട് പോകുന്നത്? സർ പറഞ്ഞ പോലെ നമ്മൾ നോക്കുവാണെങ്കിൽ വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പ്സ് ഉണ്ട്, പല രാജ്യങ്ങളും ഇറക്കാറുണ്ട്. ഇവയെല്ലാം നമുക്ക് ശേഖരിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇത് കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് ജനറലി നമ്മൾ ഫിലാറ്റലിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 3 രീതിയിൽ നമുക്ക് സ്റ്റാമ്പ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, കൺട്രി വൈസ് കളക്ഷൻ. ഒരു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ കൺട്രീസിനെ മാത്രം സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു രീതി. രണ്ടാമത്തത് തീം ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ മഹാത്മജിയുടെ തീമാണെങ്കിൽ അത് ഒരു പുഷ്പങ്ങളുടെ തീം, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതിന് തീമാറ്റിക് കളക്ഷൻ എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ റാൻഡ്, നമുക്ക് എന്തും ശേഖരിക്കാം. പിന്നെ കറക്റ്റാണ് സാർ പറഞ്ഞത്, ഓരോ രാജ്യങ്ങളുടെയും ചരിത്രം പറയുന്ന ഇതുകൂടിയാണ് സ്റ്റാമ്പ്. അത് വിശാലമായൊരു ജാലകം തന്നെയാണ്, നോളജ് വിൻഡോ ആണ് സ്റ്റാമ്പ് എന്ന് വെച്ചാൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് വേറൊരു സ്റ്റാമ്പ് കാരണം എനിക്കുണ്ടായ വേറൊരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഡിഗ്രി ചെയ്യുന്നുണ്ടായിരുന്നു, ഹിസ്റ്ററി. എനിക്ക് അതിൽ റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ബിക്കോസ് ഓഫ് സ്റ്റാമ്പ് കളക്ഷൻ. ബിക്കോസ് എന്താ പറയുക, ഞാൻ ചെറുപ്പം മുതലേ സ്റ്റാമ്പ് കളക്ഷനിൽ ഒരുപാടധികം അങ്ങോട്ട് ഇൻവോൾവ് ആയി. അതിൻ്റെ ഓരോ സ്റ്റാമ്പ് കിട്ടുമ്പോൾ ആ സ്റ്റാമ്പ് ശേഖരിക്കുക മാത്രമല്ല, അതിൻ്റെ ഓരോ ഇൻഫർമേഷനൊക്കെ ഞാനത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ വ്യൂ പോയിന്റിൽ ഞാൻ റിലേറ്റ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഹിസ്റ്ററിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് 2009 എനിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ത്രൂ ആണ് ഞാനത് എൻ്റെ ഡിഗ്രി പോസ്റ്റ് ചെയ്തത്. ഞാൻ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. അങ്ങനെയാണെങ്കിലും ഒരു ദിവസം പോലും എനിക്ക് അവിടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാണ്ട് പോലും എനിക്ക് റെഗുലർ സ്റ്റുഡൻസിൻ്റെ കൂടെ റാങ്ക് കിട്ടിയെന്ന് വെച്ചാൽ അത് അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഇറ്റ് ഗോസ് ടു മൈ സ്റ്റാമ്പ് കളക്ഷൻ, ഐ വുഡ് സേ, ബിക്കോസ് ദാറ്റ് ഈസ് എ ഹോബി വിച്ച് ഹസ് നർച്ചേർഡ് മീ. ആൻഡ് എനിക്ക് തോന്നുന്നു അതിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ കോറിലേറ്റ് ചെയ്തിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. സ്റ്റാമ്പ് കളക്ഷനിലൂടെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഒക്കെ. എങ്ങനെയായിരുന്നു ഇതിലേക്കൊക്കെ ഉള്ള ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത്? നേട്ടത്തിലേക്ക് എത്തുന്നത് ശരിക്കും അത് എനിക്കൊരു തോട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണമെന്നൊരു ചെറിയൊരു തോട്ടുണ്ടായിരുന്നു എൻ്റെ പ്രോസസ്സിൽ. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. എൻ്റെ കയ്യിൽ ഒരുപാടധികം സ്റ്റാമ്പ്സ് ഉണ്ട്. അപ്പം ഞാനത് എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യും. എൻ്റെ അമ്മയും ഞാൻ പറഞ്ഞ പോലെ അച്ഛനും അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ്സിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡീഡ് അച്ഛനില്ലായിരുന്നു, ഹി പാസ്ഡ് അവേ ഇൻ സം ഇയേഴ്സ് ബാക്ക്. അപ്പോൾ അമ്മയുടെ 55th ബർത്ത്ഡേ ആ സമയത്ത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം. അപ്പം ഞാൻ ഓർത്തു, ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് ഇസ് ടു ഗിഫ്റ്റ് ഹർ എ ലിംക റെക്കോർഡ് ഇറ്റ് സെൽഫ്. സോ ഞാനും അമ്മയും ഒക്കെ കമ്പൈൻഡ് ആയിട്ട് റെക്കോർഡ് ഇതിൽ കയറുക, അങ്ങനെ ആ ഒരു തോട്ടായിരിക്കാം, ആ ഒരു തോട്ട് പ്രോസസ്സ് ആയിരിക്കാം. അതിനെക്കുറിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും പോസ്റ്റൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സാഹചര്യങ്ങൾ ഒരു പ്രതികൂലമായതുകൊണ്ട് ഞാൻ എൻ്റേതായ തന്നെ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അമ്മയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വലിയൊരു കവറിൽ
ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് എഴുതി ഈ കറൻസി വാല്യൂ ഡീഗ്രേഡ് സ്റ്റാമ്പ്സിൻ്റെ ആ ഒരു ഇത് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് എഴുതിയ രീതിയിൽ ആ ഒരു പാറ്റേണിൽ എഴുതിയിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചു, അമ്മയ്ക്ക് അയച്ചു. ഒരു 2 ദിവസത്തിനുള്ളിൽ സ്പീഡ് പോസ്റ്റിൻ്റെ സർവീസ് ത്രൂ അത് അമ്മയ്ക്ക് ഡെലിവർ ആവുകയും ചെയ്തു. അപ്പോൾ ദാറ്റ് വാസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ്സ് ഫോർ ഹർ. പിന്നെ ഉള്ളിലും ഞാൻ സ്റ്റാമ്പുകൾ പതിപ്പിച്ചിരുന്നു. എൻ്റെ കവറാണ് റെക്കോർഡായത്, ആ എൻവലപ്പാണ് റെക്കോർഡായത്. പക്ഷേ ഉള്ളിലായാലും ഞാനിപ്പോൾ ഫ്രാഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാമ്പ്സ് ആണ് അതിനകത്ത് വെച്ചത്. അതിനകത്ത് വന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇന്ത്യ പോസ്റ്റ് ഇറക്കിയ ഫ്രാഗ്രൻസ് സ്റ്റാമ്പ് സാൻഡൽവുഡിൻ്റെ ഗന്ധമുള്ള സ്റ്റാമ്പ്, അതേപോലെ റോസിൻ്റെ ഗന്ധമുള്ള സ്റ്റാമ്പ്, അങ്ങനെ അതൊക്കെ കൂടി ഉള്ളിൽ ജസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് വെൻ ഷീ ഓപ്പൺസ് ഇറ്റ് ഷീ ഗെറ്റ്സ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഓൾ ദ ഗുഡ് സ്റ്റാമ്പ്സ് വിച്ച് ഇസ് ദേർ. ഗാന്ധിജിയുടെ സ്റ്റാമ്പ് ശേഖരമാണ് വൈവിധ്യമെന്ന് പറയാവുന്നതായി ഒന്ന് അരവിന്ദിൻ്റെ ശേഖരത്തിലുള്ളത്. ഇപ്പോൾ 948 മുതലുള്ള സ്റ്റാമ്പുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് പുറമെ ഇത്തരത്തിൽ ഗാന്ധിജിയുടെ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയിട്ടുള്ളത്? അതിൻ്റെ എല്ലാം ശേഖരമുണ്ടോ കയ്യിൽ? സർ, ഗാന്ധിജിയുടെ സ്റ്റാമ്പുകൾ 1948 മുതൽ 2014 വരെയുള്ള സ്റ്റാമ്പുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ. അതിൽ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ 1948 ഓഗസ്റ്റ് 15-ാം തീയതി 10 രൂപയുടെ ഒരു ഗാന്ധിയൻ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഉണ്ട്. പക്ഷേ ഈ സ്റ്റാമ്പ് ഇറക്കിയ കൂട്ടത്തിൽ തന്നെ ഒരു 100 സ്റ്റാമ്പ് അന്നത്തെ ഗവർണർ ജനറലായ ശ്രീ രാജഗോപാലാചാരി അദ്ദേഹത്തിന് യൂസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഒരു 100 ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലൊരു ചെറിയൊരു ഓവർ പ്രിന്റ് വന്നിട്ടുണ്ട്, സർവീസ് എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റാമ്പ്, അതിൻ്റെ ഒരു സ്റ്റാമ്പിൻ്റെ വില ഇറ്റ് ഇസ് സംവെയർ ഫ്രം 80 lakhs to 1 crore rupees. ആ സ്റ്റാമ്പ് എൻ്റെ കയ്യിലില്ല. പക്ഷേ അതിൻ്റെ തന്നെ റെഗുലറായിട്ട് വരുന്ന 10 rupee സ്റ്റാമ്പ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുകൂടാണ്ട് സാർ ചോദിച്ച പോലെ അഫ്ഗാനിസ്ഥാൻ മുതൽ സാംബിയ വരെ A to Z അല്ലെങ്കിൽ A to Z കൺട്രീസ് സ്റ്റാമ്പ്സ് ഇറക്കിയിട്ടുണ്ട്. മഹാത്മജിയുടെ സ്റ്റാമ്പ് ഏകദേശം 120ഓളം രാജ്യങ്ങൾ മഹാത്മജിയുടെ സ്റ്റാമ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിലൊരു നല്ലൊരു കളക്ഷൻ എനിക്കുണ്ട്. അഫ്ഗാനിസ്ഥാൻ മുതൽ സാംബിയ വരെയുള്ള ഏകദേശം എല്ലാ കൺട്രീസിൻ്റെ സ്റ്റാമ്പും എൻ്റെ കൈവശമുണ്ടെന്ന് തന്നെ പറയാം സാർ. അതെന്തുകൊണ്ടായി ഗാന്ധിജിയുടെ സ്റ്റാമ്പുകൾ കൂടുതലായിട്ട് ശേഖരിക്കുന്നത്? ഗാന്ധിജിയുടെ സ്റ്റാമ്പ് കളക്ഷൻ ശേഖരിക്കാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം എൻ്റെ സ്റ്റാമ്പ് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അച്ഛൻ തന്ന സ്റ്റാമ്പ് ഗാന്ധിജിയുടെ സ്റ്റാമ്പായിരുന്നു. പിന്നെ അതിൽ കൂടി കൂടുതൽ ഗാന്ധിജിയുടെ സ്റ്റാമ്പ് കളക്ട് ചെയ്യണം, ആ തീമാറ്റിക് കളക്ഷൻ എനിക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അധികം സ്വാപ്സ് നടത്താറുണ്ട് ഗാന്ധിയൻ സ്റ്റാമ്പ്സിൻ്റെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടാത്ത സ്റ്റാമ്പ്സ് എങ്ങനെയെങ്കിലും പർച്ചേസ് ചെയ്യാൻ നോക്കാറുണ്ട്, അതായത് കളക്ഷൻ ഉള്ളവരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ടായിരിക്കും ഏകദേശം ഫസ്റ്റ് ടു ലാസ്റ്റ് ഉള്ള എല്ലാ സ്റ്റാമ്പ്സും ഏകദേശം എൻ്റെ കയ്യിൽ ഇപ്പോൾ വന്നത്. അതിനേക്കാളും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു പോയിന്റ് ഇവിടെ എന്ന് വെച്ചാൽ, നമ്മൾ മഹാത്മജിയെ എല്ലാ ദിവസവും കാണും. നമ്മൾ 10 രൂപ നോട്ടിൽ കാണാറുണ്ട്, 100 രൂപ നോട്ടിൽ കാണാറുണ്ട്, 1000 രൂപ നോട്ടിൽ കാണാറുണ്ട് മഹാത്മജിയുടെ ഒരു ചിത്രം. അപ്പോൾ ശരിക്കും നോട്ടും കെട്ടിൽ മാത്രമായിട്ട് ഒതുക്കി കൂട്ടുന്ന ഒരു വ്യക്തിയല്ല മഹാത്മജി. അദ്ദേഹം ശരിക്കും കുറച്ചുകൂടി വിശാലമായ ഒരു, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, അതിലുപരി ഒരു വിശ്വപൗരൻ കൂടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരാൾ മഹാത്മജിയുടെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആ ഗിന്നസ് റെക്കോർഡ് കിട്ടുവാണെങ്കിൽ, എനിക്കറിയില്ല, എനിക്കത് കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ഓൾവേസ് ഗിവ് ഗ്ലോറി ടു ദിസ് നേഷൻ. എല്ലാ ഇന്ത്യക്കാർക്കും അതിൻ്റെതായ ഒരു പറയാം, somebody from India has collected the most number of Gandhian stamps. It's a tribute to Mahatmaji. ഇതെങ്ങനെയാണ് ഈ വിദേശ രാജ്യങ്ങളിലെ സ്റ്റാമ്പുകളൊക്കെ ശേഖരിക്കുന്നത്? ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരിക്കും, അവരൊക്കെ എത്തിച്ച് നൽകുകയാണോ ചെയ്യുന്നത്? എന്ത് മാർഗമാണ് അതിനു വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത്? വിദേശ സ്റ്റാമ്പുകൾ ഞാൻ കൂടുതലും ശേഖരിക്കുന്ന മഹാത്മജിയുടെയാണ്. അതല്ലാണ്ട് അധികം ഞാൻ വിദേശ സ്റ്റാമ്പുകളിലേക്ക് റാൻഡം കളക്ഷനിൽ കുറച്ചധികം കിട്ടുന്നതെല്ലാം ശേഖരിക്കുന്നു മാത്രം. അപ്പോൾ മഹാത്മജിയുടെ സ്റ്റാമ്പ്സ് എന്ന് വെച്ചാൽ കുറച്ചൊക്കെ മഹാത്മജിയുടെ കളക്ഷനുള്ള ആൾക്കാർ തന്നെയുണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്. അവർക്ക് 2 or 3 ഒക്കെ ഉണ്ടാവും, അത് സ്വാപ്പ് ചെയ്തെടുക്കും. സ്വാപ്പ് എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം, ഞാൻ ഒരു 40ഓളം രാജ്യങ്ങളിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് വിദേശത്ത്. അപ്പോൾ അവർ ത്രൂ ഞാൻ കളക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അവിടെ അവർക്കൊരു പെർട്ടിക്കുലർ ഒരു വിങ് ഉണ്ട്, അവരുടെ ഒരു സർക്കിൾ ഉണ്ട്, അവർ ത്രൂ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ചധികം ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, അതായത് ഇവിടെ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്യും, എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് സ്റ്റാമ്പ്സ് വിദേശത്തേക്ക് അയക്കും, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് അയക്കും.
അപ്പോൾ അതാണ് മെയിൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇത് ഫാസ്റ്റർ ആക്കാൻ വേണ്ടി ഒരു പരിധി വരെ ഇമെയിൽ ത്രൂ ഞാൻ കുറച്ചധികം ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്, ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് അത് ഇത്തിരി ഫാസ്റ്റ് ആവാൻ. കാരണം നമുക്ക് എപ്പോഴും ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല. ഈ എന്താ പറയുക, സ്റ്റാമ്പ് കളക്ഷൻ ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോബിയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് വിദേശത്ത് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇമെയിൽ ത്രൂ ആണ് കറസ്പോണ്ടൻസ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ അയച്ചു കൊടുക്കുന്നത് ത്രൂ പോസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പാർസലായിട്ടോ അങ്ങനെ ചെയ്യാറുണ്ട്. 1,00,000-ലധികം സ്റ്റാമ്പുകൾ ഇപ്പോൾ തന്നെ ശേഖരിക്കാൻ അരവിന്ദിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ സ്റ്റാമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയ സ്റ്റാമ്പ് എന്ന് വെച്ചാൽ, ഞാനത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് ചിൽഡ്രൻസ് ഡേക്ക് ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു മിനിയേച്ചർ ഷീറ്റ്, ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനം തീം വെച്ച്. പിന്നെ ഞാൻ പേഴ്സണലി ഒരു ഗണപതിയുടെ ഭക്തനാണ്. അപ്പോൾ ഗണേശ തീമുള്ള സ്റ്റാമ്പ്സ് നേപ്പാളിലായാലും തായ്ലൻഡിലായാലും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. റീസെൻ്റ്ലി നൈജറിൽ അത് ഇറക്കിയുണ്ടായി. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാമ്പ്സ് ആണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഞാൻ ആരാധിക്കുന്ന, നമ്മളെല്ലാവരും ആരാധിക്കുന്നതെന്ന് പറയാം, സച്ചിൻ രമേശ് ടെണ്ടുൽക്കറിൻ്റെ സ്റ്റാമ്പ് കുറച്ചധികം എൻ്റെ കൈവശമുണ്ട്. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ, അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ഡോണ്ട് വോണ്ട് ടു കമ്പയർ മൈസെൽഫ് വിത്ത് എനിബഡി എൽസ് ഇൻ ദ വേൾഡ്. ലോകത്ത് ആരും ഒരാളെയും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. എല്ലാവരും വ്യത്യസ്തരാണ്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് വ്യത്യസ്തമാണ്. അതേപോലെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ ഒരു ഇത് ഡിഫറൻസ് ആണ്. അതേപോലെ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ സർ, അദ്ദേഹത്തിൻ്റെ കുറച്ചധികം സ്റ്റാമ്പ്സ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാമ്പുകൾ പേഴ്സണലി പറയുകയാണെങ്കിൽ. ഗിന്നസ് ബുക്കിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ്, എല്ലാ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞു, അതിനുള്ള കാത്തിരിപ്പിലാണ്. ആ ശുഭപ്രതീക്ഷ ഒരുപക്ഷെ അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനു മുൻപ് ഈ സ്റ്റാമ്പ് കളക്ഷൻ ഇനി ഒരു ഹോബിയായിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത് അരവിന്ദിന്? സ്റ്റാമ്പ് കളക്ഷൻ എന്ന് വെച്ചാൽ നല്ലൊരു ഹോബിയാണ്. ഇറ്റ് ഈസ് കിങ് ഓഫ് ഹോബീസ് ആൻഡ് ഹോബി എമംഗ് കിങ്സ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഞാനൊരു യൂത്താണ്. നമ്മുടെ യൂത്ത് യങ്സ്റ്റേഴ്സ് എല്ലാവരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫേസ്ബുക്കിലായിരിക്കും, ഇല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയാണ്. പക്ഷേ അതിലൊക്കെ നമുക്ക് ഒരുപാട് നോളജ് കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെയൊക്കെ അതീതമാണ് ഒരു സ്റ്റാമ്പിലെയൊക്കെ ഒരു നോളജ്. കാരണം എന്ന് വെച്ചാൽ ഒരു സ്റ്റാമ്പിൽ അതിൽ പല കാര്യങ്ങളായിരിക്കും. ഒരു സ്റ്റാമ്പ് കിട്ടുവാണെങ്കിൽ അതിന് ഒരു വാല്യൂ കാണാൻ പറ്റും. അതിനകത്ത് കോമറേറ്റീവ് സ്റ്റാമ്പ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് സ്റ്റാമ്പ്സ് ഒരുപാട് അധികം ഒരു നല്ലൊരു അസറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിനെക്കുറിച്ച് ഫർദർ സ്റ്റഡി ചെയ്യാം. പിന്നെ ഞാൻ പറയുന്നത്, പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ പോസ്റ്റ് ത്രൂ തന്നെ കുറച്ചധികം ഗ്രീറ്റിംഗ്സ് അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ അയക്കുമ്പോൾ ആ രീതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് നമ്മുടെ യൂത്തിന് ഒരു പരിധി വരെ നല്ലൊരു ഇത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഫോർ മീ ഐ വുഡ് സേ, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോളജ് ബാങ്ക്. ഈച്ച് ആൻഡ് എവറി സ്റ്റാമ്പ് ദാറ്റ് യു കളക്ട് ആഡ്സ് ഓൺ ടു യുവർ നോളജ്. ആൻഡ് ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഒരു നോളജ് അപ്ഗ്രഡേഷൻ പ്രോസസ്സ് അവിടെ നടക്കുവാണ്. അപ്പോൾ ഐ വിൽ urge all the youth to go ahead and collect stamps. Not because only youth should do it. That's the reason why, because youth are not doing it these days. കൂടുതലും സ്റ്റാമ്പ് കളക്ഷൻ ഇപ്പോൾ ഉള്ളത് ഒരു നമ്മൾ ഒരു ആ സർക്കിൾ നോക്കുവാണെങ്കിൽ 50 to 70 years ഏജ് ലിമിറ്റുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ 50 and above ആയിരിക്കും. അപ്പോൾ യൂത്ത് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു 10-15 years തൊട്ട് മുകളിലുള്ള എല്ലാവരും അതിലേക്ക് വന്നു എന്ന് തന്നെ ഞാൻ പറയും. എന്തായാലും അരവിന്ദിന്റെ സ്റ്റാമ്പ് ശേഖരണത്തിലേക്ക് കൂടുതൽ സ്റ്റാമ്പുകൾ ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിന് നന്ദി. വളരെ വളരെ നന്ദി മാം.